ബ്രഡ്മാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അമ്മ എനിക്ക് പൊതിച്ചോറുണ്ടാക്കി തന്ന വീഡിയോ. പക്ഷേ അതിൻ്റെ പുറകിൽ അമ്മ എനിക്ക് എങ്ങനെയാണ് ആ പൊതിച്ചോറ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കറിയണ്ടേ. അപ്പോൾ എല്ലാവരും പോയി അത് കണ്ടിട്ടോ. 2 ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട്, പക്ഷേ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ. ആദ്യം തന്നെ നമ്മൾ കോവയ്ക്ക മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കിയത്. കോവയ്ക്കയും സവോളയൊക്കെ ചേർത്ത് നല്ല പച്ചമുളകൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയത്. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ അതിൽ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് എരിവൊന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ ചീരത്തോരൻ ഉണ്ടാക്കി. ചീരത്തോരനും അതുപോലെ തന്നെ അതിൽ സവോളയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടു. ലാസ്റ്റ് അതിനകത്ത് നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. തേങ്ങയും പിന്നെ വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ചെറിയുള്ളിയും കൂടെ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ അരപ്പ് ചേർത്ത് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ ആവി കയറ്റിയിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തു. മിമോസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു തോരനാട്ടോ ചീരത്തോരൻ. അതുകൊണ്ടാണ് ചീരത്തോരൻ പ്രിപ്പയർ ചെയ്തത്. പിന്നെ ഫിഷ് കിട്ടിയത് കേരച്ചൂരയായിരുന്നു. വെള്ളച്ചൂര എന്നാണ് പറഞ്ഞത്, പക്ഷേ ഉള്ളിൽ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല മീനായിരുന്നു. മിമോസിന് ഫിഷ് ഫ്രൈ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതൊന്നും അന്നേരം പറഞ്ഞതല്ല കേട്ടോ, നേരത്തെ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ പറയുന്നത് ഫിഷ് ഫ്രൈ വേണമെന്ന്. ഫിഷ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിനുള്ള അരപ്പൊക്കെ പുരട്ടി വെച്ച് നല്ല കറിവേപ്പിലയൊക്കെ ഇട്ട്, കറിവേപ്പിലയാണ് എല്ലാത്തിലും മെയിനായിട്ട്. പിന്നെ അത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുത്തു. മിമോസിന് ഒരുപാട് മൊരിയുന്നതൊന്നും ഇഷ്ടമല്ല, ചെറിയ ലൈറ്റായിട്ട് വറുത്തെടുത്താൽ മതി. അങ്ങനെ അത് വറുത്തെടുത്തു. ആ സമയം കൊണ്ട് ഇപ്പോഴത്തെ സൈഡിൽ നല്ല അടിപൊളി മീൻ കറി, മുളകിട്ട് നല്ല മീൻ കറിയും തയ്യാറാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിട്ടത് കടുമാങ്ങയാണ്. കടുമാങ്ങ വാവയാണ് കട്ട് ചെയ്ത് വന്നത്, പക്ഷേ അച്ചാറിട്ടത് അങ്ങയാണ്. അത് കഴിഞ്ഞിട്ട് മിമോസിൻ്റെ അടുത്ത ഫേവറേറ്റ് നോൺ വെജാണ് കൊഞ്ച്. ശരിക്കും നമ്മളിവിടെ ടൈഗർ കൊഞ്ചെന്നാട്ടോ പറയുന്നത്. വലിയ കൊഞ്ചാണ് കിട്ടിയത്, അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു. പൊളിച്ച് വന്നപ്പോൾ ഇത്രേ ഉള്ളൂ. അത് വറുക്കാനായിട്ട് അത് മസാലയൊക്കെ പുരട്ടി വെച്ചു. പിന്നെ അതിനുശേഷം കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ചിക്കന് നന്നായിട്ട് അതിൻ്റെ മസാലസൊക്കെ പുരട്ടി അത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. ആ ചിക്കൻ വെച്ച സമയം കൊണ്ട് കൊഞ്ച് നന്നായിട്ട് വറുത്തെടുത്തു. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് വറുത്തെടുത്തു. ആ സമയം കൊണ്ട് ഇപ്പുറത്തെ അടുപ്പ് ഫ്രീ ആയപ്പോഴേക്കും കടുമാങ്ങ അച്ചാറിട്ടെടുത്തു. അത് അങ്ങനെയാണ് മിമോസിൻ്റെ അങ്ങയമ്മയാണ് അച്ചാറിട്ടത്. മിമോസിന് കടുമാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടുമാങ്ങ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു. എല്ലാം പെട്ടെന്ന് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോന്നോരോന്ന് ചെയ്ത് വരുമായിരുന്നു. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഫ്രൈ, പക്ഷേ മിമോസിന് ഇത്തിരി അത്യാവശ്യം മൊരിഞ്ഞിരിക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം. അപ്പോൾ അതിനിപ്പുറത്ത് ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി. അതാണ് കൊത്തു ചിക്കൻ. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ തേങ്ങാക്കൊത്തും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്, അത് നമ്മളൊരു ഇൻസ്റ്റഗ്രാം പേജ്, അത് എന്താ ലില്ലി ടിപ്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പേജുണ്ട്, അത് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്തതായിട്ട്. അവരുടെ റെസിപ്പിയാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല അടിപൊളി എന്ന് വെച്ചാൽ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റായിരുന്നു. പിന്നെ നല്ല മാങ്ങ വെച്ചരച്ച് നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. അത് അടിപൊളിയായിരുന്നു. അത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം. പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിനകത്ത് തന്നെ വെച്ചിട്ട് ഇലയൊക്കെ വാട്ടിയെടുത്തു. ഇല അമ്മ രാവിലെ വെട്ടി വെച്ചിട്ടാണ് ഷോപ്പിൽ പോയത്. നല്ല ഇല വാട്ടിയെടുത്ത്, ഇലയെല്ലാം കീറി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. എന്നിട്ട് ചോറ് വിളമ്പി. ഞങ്ങൾ ശരിക്കും 6 പൊതിയായിട്ടാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ 6 പൊതിച്ചോറാണ് പ്രിപ്പയർ ചെയ്തത്. അത് ഓരോരുത്തർക്കും ഓരോ അളവാണ് ചോറും ഇതെല്ലാം. അങ്ങനെ എല്ലാത്തിനും കുറച്ച് ചമ്മന്തിയും മീൻ വറുത്തതും പിന്നെ കുറച്ച് ചിക്കനും അങ്ങനെ എല്ലാം കുറേശ്ശെ വെച്ച് ഇതിങ്ങനെ വീഡിയോ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ എടുത്തത് കൊണ്ടായിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് കൊഞ്ച്, പിന്നെന്താ പിന്നെ ചീരത്തോരൻ, പിന്നെ അടുത്ത് എന്താ വെച്ചതെന്ന് വീഡിയോ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിനകത്ത് കോവയ്ക്ക മെഴുക്കുവരട്ടി അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. അമ്മയ്ക്കൊക്കെ തോരൻ്റെ ആളുകളാണ് ഇവരെല്ലാവരും. പിന്നെ അതിലേക്ക് കുറച്ച് കൊത്ത് ചിക്കൻ. മിമോസിന് കൊത്ത് ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു, എന്നാലും മിമോസിനെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുമാങ്ങ. ഇത് ഇത്രയും കൂടെ വെച്ചിട്ട് നല്ല വാട്ടിയെടുത്ത ഇലക്കകത്ത് നല്ല ചൂട് ചോറിൻ്റെ മുകളിലാണ് നമ്മൾ ഇതൊക്കെ വെച്ച് പൊതിഞ്ഞെടുത്തത്. പക്ഷേ നമ്മൾ കുറേ നേരം വെക്കാൻ പറ്റില്ല, ഇപ്പം തന്നെ ലേറ്റായി, 1:30 ആയിരുന്നു. അതുകൊണ്ട് കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പം തന്നെ ഞങ്ങൾ എടുത്തു. മിമോസ് മാത്രമാണ് കറക്റ്റായിട്ടത് കഴിക്കാൻ പറ്റിയത്, മിമോസിന് മാത്രമാണ്. കാരണം മിമ്മു വന്നപ്പോൾ 3:30 ആയി. അപ്പോഴേക്കും ആവിയിലിരുന്ന് അതൊന്നും കൂടി ഒന്ന് സെറ്റായി. ആ വാഴയിലയുടെ മണമൊക്കെ മിമോസിന് കിട്ടി. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവിലാട്ടോ വെച്ചത്, വേസ്റ്റ് ആവണ്ടെന്ന് കരുതിയിട്ട്. കാരണം വാവയും ഒക്കെ കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ.
ഇതെല്ലാം പൊതിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഓർത്തത് നമ്മൾ കറികൾ ഉണ്ടാക്കിയത് നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ അതൊന്നും ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ദേ മിച്ചം വെച്ചിട്ട് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. എത്ര ഐറ്റംസ്, നമ്മൾ 8 തരം കറികളാണ് ഉണ്ടാക്കിയത് ഒരുപാട് നാൾക്ക് ശേഷം. അതായത് എനിക്ക് തോന്നുന്നു ഓണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. പിന്നെ മിമ്മൂസിന് കൊടുക്കുന്ന ഒരു സർപ്രൈസും കൂടെ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. പക്ഷേ എല്ലാം പൊതിഞ്ഞതിന് ശേഷമാണ് ഇത് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. ഇതാണ് നമ്മുടെ മിമ്മുക്കുട്ടൻ്റെ ഇല. മിമ്മൂസിന് ലെഗ് പീസ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പക്ഷേ ലെഗ് പീസ് വെച്ച് ഭംഗിക്ക് വെച്ചത്, അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. നിങ്ങളെ കണ്ടല്ലോ, എൻ്റെ അമ്മ എനിക്ക് എങ്ങനെയാണ് പൊതിച്ചോറുണ്ടാക്കി തന്നതെന്നും. സോറി ഫ്രണ്ട്സ്, ഈ അമ്മ ഹോൺ അടിക്കുന്ന സൗണ്ടാണ് എനിക്ക് പോയിട്ടത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അമ്മമാരെടുത്ത്, ഇത് അമ്മമാരാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ആൻറ്റിമാർ എന്തായാലും നമ്മുടെ കുട്ടി ആളുകൾക്ക് എന്തായാലും ഇത് നമ്മൾ വലിയവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൊതിച്ചോറാണ് കേട്ടോ. എനിക്കിത് അല്ല നമ്മളല്ല ഞാൻ അമ്മയാണ് ഉദ്ദേശിച്ചത്. എന്താ പറയുക, എന്നെ പോലത്തെ കൊച്ചു ആളുകൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിലും വെക്കാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഫിഷ് ഫ്രൈ വേണമെങ്കിൽ വെച്ചാൽ മതി. ഫിഷ് കറി ഉണ്ടാക്കാം. ഫിഷ് കറി നമ്മൾ ഉണ്ടാക്കി, പക്ഷെ എനിക്ക് തരാൻ മറന്നു പോയി. ചിക്കൻ കറി ഉണ്ടാക്കി എനിക്ക് തരാൻ മറന്നു പോയി. മറന്നൊന്നും പോയില്ല. കറി വെക്കുക എന്നാലും എനിക്ക് പിന്നെ തന്നില്ലല്ലോ. അതുകൊണ്ട് ആ മീൻകറി നമ്മൾ വെച്ചിരുന്നിട്ട് ഇന്നലെ പുളിശ്ശേരിയും കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ലേ. 2 ദിവസം എടുത്തു ആ കറികള്. ശരിക്കും പറഞ്ഞാലും മീൻകറിയൊക്കെ ഇന്നലെ ആയപ്പോ നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അമ്മമാരടുത്തൊന്നും പറയാം കേട്ടോ. ഈ ഒരു പൊതിച്ചോറ് എനിക്ക് കറികളിൽ ഏറ്റവും കൂടുതൽ ഈ അമ്മയ്ക്ക് ഫോണ് വരുന്നത്. എനിക്ക് ആ കറികളിൽ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ അപ്പം തന്നെ എടുത്ത് കഴിച്ചു ഫ്രണ്ട്സ്. എനിക്ക് ഞാൻ വൈകിട്ട് വന്നുകൊണ്ട് എനിക്ക് ആ വാഴയിലയുടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ പിടിച്ചത് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ കൂടുതലും കൂട്ടിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ. എനിക്ക് ചിക്കൻ വലിയൊരു ഇഷ്ടമാണ്, ഞാൻ കഴിക്കും. എന്നാലും ഒരു ഇത്തിരി കൂടി ഇഷ്ടം എനിക്ക് ഫിഷിനോടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എനിക്ക് ആ പൊതിച്ചോറിൽ സാധാ ഫിഷിനെക്കാട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട കൊഞ്ച് ഫ്രൈ ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടല്ലേ? എനിക്ക് കൊഞ്ച് ഫ്രൈ ടൈഗർ കൊഞ്ച് പറയാ കൊല്ലത്ത്. സീരിയസ്ലി ടൈഗർ കൊഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ വേറെ നാട്ടിൽ ലയൺ കൊഞ്ചൊന്നായിരിക്കും പറയുന്നത്, റാബിറ്റ് കൊഞ്ച്. നിങ്ങളുടെ കൊല്ലത്ത് നമ്മുടെ വെള്ള കൊഞ്ചിന് എന്താ പറയണേ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് ആ കൊഞ്ചാണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും അടുത്തൊരു പുതിയൊരു റെസിപ്പി വീഡിയോ എന്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്ത്. നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്. ബൈ.